നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ് ഗവർണർ CV ആനന്ദബോസ് അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ച സംഭവം. ഈ രാജിക്ക് പിന്നാലെ വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP. ആരോഗ്യ പ്രശ്നങ്ങളാണ് രാജിക്ക് പ്രധാന കാരണമെന്ന് BJP വ്യക്തമാക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ പറഞ്ഞതുപ്രകാരം ആനന്ദബോസിനെ കുറച്ചു നാളുകളായി പല ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നു. അതിനാലാണ് അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് പിന്മാറുവാനുള്ള തീരുമാനമെടുത്തതെന്നും BJP വിശദീകരിക്കുന്നു. ഗവർണറെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടുത്തുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് BJP പറയുന്നത്. ഗവർണറെ പാർട്ടി എന്നും ബഹുമാനിച്ചിട്ടേ ഉള്ളൂവെന്നും സമീക് ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തു. അതിനാൽ രാജിയെ ചുറ്റിപ്പറ്റി ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതിനിടെ പശ്ചിമ ബംഗാളിൽ പുതിയ ഗവർണറെ നിയമിക്കുവാനുള്ള നീക്കങ്ങളും കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിലെ തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കുവാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. RN രവി പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേറ്റാൽ നിലവിലെ മണിപ്പൂർ ഗവർണർ AK ഭല്ലയ്ക്ക് തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല നൽകുവാനാണ് സാധ്യത. ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ നിയമനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗവർണറെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ചതാകാമെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. ആനന്ദബോസിന്റെ രാജി തങ്ങളെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചതെന്ന വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലെന്നും മമത പറഞ്ഞു. സാഹചര്യം വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഗവർണറിന് സമ്മർദ്ദം ഉണ്ടായിരിക്കാം എന്നാണ് മമതാ ബാനർജി സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളെ BJP പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഗവർണറുടെ രാജി ആരോഗ്യ കാരണങ്ങളാൽ മാത്രമാണെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് BJPയുടെ നിലപാട്. ഗവർണറുടെ രാജിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ് നൽകിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയങ്ങളിൽ ഇനി എന്തെല്ലാം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ.